എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ വെച്ചിട്ട് ബ്രഹ്മോസ് മിസൈൽ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഡിസൈൻ എഞ്ചിനീയർ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. അതായത് ഫാമിലിയുടെ കൂടെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നു, വീട്ടിലെത്തുന്നു, പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു. ആകാശ് ദീപ് ഗുപ്ത എന്ന് പറയുന്ന 30 വയസ്സുള്ള യുവ എഞ്ചിനീയറാണ് പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നത്. അപ്പോൾ ആകാശിൻ്റെ അച്ഛനും ഭാര്യയൊക്കെ ചേർന്നിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ തന്നെ അവർ മരണം സ്ഥിരീകരിക്കുന്നു. അവർ പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു വീണ ആ സമയം തന്നെ ആകാശ് മരണപ്പെട്ടു എന്ന നിലയിലാണ് കാര്യങ്ങൾ പുറത്തു വന്നത്. അപ്പോൾ ഇതിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായിട്ട് ആകാശിൻ്റെ അച്ഛനും ഭാര്യയ്ക്ക് രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ആകാശിന് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശ് അൾട്രാ ഒരു ഫിറ്റാണ്. അതായത് കറക്റ്റ് ഈ ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എല്ലാം മാസവും ബോഡി ചെക്കപ്പ് ചെയ്തിട്ട് എല്ലാം വെൽ മെയിൻറ്റെയിൻ ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. ആകാശിന് അങ്ങനെ ആരോഗ്യപരമായ ഒരു പ്രശ്നങ്ങളും ഇതുവരെ ഇല്ല. അപ്പോൾ ഇതിനകത്ത് വലിയ രീതിയിൽ ദുരൂഹതയുണ്ട് എന്നാണ് ആകാശിൻ്റെ ഫാമിലിയൊക്കെ പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. അതായത് അമേരിക്കൻ സൈന്യത്തിൽ CIA നേതൃത്വത്തിൽ നടക്കുന്ന ഇന്ത്യയിൽ വലിയ രീതിയിൽ കലാപം ഉണ്ടാക്കാനും ഇന്ത്യ വലിയ രീതിയിൽ സാമ്പത്തിക കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ തടയിടാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ വലിയ പ്രൊജക്റ്റ് ഇപ്പം ബ്രഹ്മോസ് എന്ന് വെച്ചാൽ ഇന്ത്യ റഷ്യ കൊളാബറേഷനാണ്. പക്ഷേ ഇന്ത്യയിലാണ് ഫുൾ കാര്യങ്ങൾ, ഇന്ത്യയുടെ പക്കലാണ് അതിൻ്റെ സോഴ്സ് കോഡൊക്കെ ഉണ്ട്. നമ്മളെല്ലാം റഷ്യയായിട്ട് സോഴ്സ് കോഡൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യയാണ് അതിൻ്റെ എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും പ്രോഗ്രാമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബ്രഹ്മോസ് മിസൈൽ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഡിസൈൻ എഞ്ചിനീയർ, ഈ ഡിസൈൻ ചെയ്ത അതിന് ടീം ലീഡ് എന്ന് വേണമെങ്കിൽ പറയാം, അത്തരത്തിൽ ഒരു യുവ എഞ്ചിനീയർ ആണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ അതിന് പിന്നിൽ വ്യക്തമായ എന്താ പറയുക കാര്യങ്ങൾ, അമേരിക്കൻ കാര്യങ്ങളുണ്ട് എന്ന് തന്നെ പറയണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ ധാക്കയിൽ കൊല്ലപ്പെട്ട ടെറൻസ് സർവൽ ജാക്സണും ഇന്ത്യയിൽ അടുത്ത കാലത്ത് പൂനെയിൽ പിടിക്കപ്പെട്ട ജെയിംസ് വാട്സൺ എന്ന് പറയുന്ന ഇതേ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡ് ട്രെയിനിങ് കം ഇൻസ്ട്രക്ടറായിരുന്നു. അപ്പോൾ ഈ രണ്ടുപേരും ഒരുമിച്ച് അമേരിക്കൻ സൈന്യത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരൊരു പ്രൊജക്റ്റിൽ, അതായത് സിഐയുടെ ഒരു പ്രൊജക്റ്റിൽ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് വന്നതാണോ എന്നും പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഒരു തിയറി വന്നിരുന്നു. അതായത് ഇവരൊക്കെ മോദിയെ വധിക്കാൻ വന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് കണക്റ്റഡ് സ്റ്റോറീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ബ്രഹ്മോസിലൊരു എഞ്ചിനീയർ കൊല്ലപ്പെടുന്നത്? ഈ ബ്രഹ്മോസിനൊരു പ്രത്യേകതയുണ്ട്. ഈ ബ്രഹ്മോസും അമേരിക്കയും തമ്മിൽ വലിയ രീതിയിലൊരു ബന്ധമുണ്ട്. അതെന്താണ് ഞാൻ പറഞ്ഞുതരാം. ഈ അടുത്ത കാലത്ത് അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള ഡാമേജ് ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഈ ബ്രഹ്മോസ്. ഈ ബ്രഹ്മോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ റഷ്യൻ കൊളാബറേഷനിലാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ബ്രഹ്മോസിൻ്റെ ഫുൾ സംഭവങ്ങൾ, അതിൻ്റെ കോർ ലോജിക്ക് സപ്ലൈ ചെയ്യുന്ന ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയുടെ പക്കലും സോഴ്സ് കോഡ് ഉണ്ട്, റഷ്യയുടെ പക്കലും സോഴ്സ് കോഡ് ഉണ്ട്. കുഴപ്പമില്ല, ആർക്ക് വേണമെങ്കിലും അത് മാനിപ്പുലേറ്റ് ചെയ്യാം, അവരെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതിൻ്റെ ആ ഒരു കരാറിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇന്ത്യ അത് വലിയ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല. ഇന്ത്യ അത് വലിയ രീതിയിൽ അതിനെ കൂടുതൽ പ്രോഗ്രാം ചെയ്തിട്ട് കൂടുതൽ അതിനെ ഡിസ്ട്രക്റ്റീവായിട്ട്, അതായത് ശത്രുക്കളെ മാക്സിമം ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുന്നു എന്നുള്ളൊരു വിവരം അമേരിക്കയ്ക്ക് ലഭിക്കുന്നു. അത് അമേരിക്ക ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് നാണക്കേട് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ എല്ലാ രാജ്യങ്ങൾക്കും ആയുധം സപ്ലൈ ചെയ്യുന്ന 2 രാജ്യങ്ങളാണ്, ഒന്ന് അമേരിക്കയും ഒന്ന് ചൈനയും. ഇന്ത്യ ചെറിയ രാജ്യങ്ങൾക്ക് മാത്രമേ സപ്ലൈ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ശരിക്കും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുത്തു. പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങളൊക്കെ അമേരിക്കയുടെ ഐക്കോണിക് പ്രോഡക്റ്റുകളായ F-16 ചൈനയുടെ JAV-17 അടിച്ചിട്ടു. അമേരിക്ക 5 ഈ F-16 അടിച്ചിട്ടത്. അപ്പോൾ ഇതൊക്കെ വലിയ രീതിയിൽ ലോക രാജ്യങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇന്ത്യക്ക് എങ്ങനെ സാധിച്ചു, ഇന്ത്യ ഇതാണ് ഉപയോഗിച്ചെന്ന രീതിയിൽ പല കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രഹ്മോസ് എങ്ങനെയാണ് അമേരിക്കക്ക് നാണക്കേട് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രഹ്മോസ് പൊട്ടിച്ചത്, ഇത് ബ്രഹ്മോസ് ആദ്യം ടെസ്റ്റ് ചെയ്തത് ശരിക്കും ഒരു 2 രാജ്യങ്ങൾ നമ്മൾ സ്റ്റാൻഡ് ഓഫ് ഉണ്ടാകുമ്പോൾ ഒരു യുദ്ധത്തിൽ ശരിക്കും ടെസ്റ്റ് ചെയ്തത് നമ്മുടെ ഓപ്പറേഷൻ സിന്ധുവിലായിരുന്നു. ഓപ്പറേഷൻ സിന്ധുവിൽ എവിടെയാണ് പൊട്ടിച്ചത്? കിരാന ഹിൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിരാന ഹിൽസിൽ പാകിസ്ഥാൻ ആണവോർജ്ജം സൂക്ഷിച്ചു വെച്ച സ്ഥലമാണ്. അവിടെ 8 വിൻഡോസ് ഉണ്ട്. ഈ 2 വിൻഡോയിൽ കയറിയിട്ട് ബ്രഹ്മോസ് പൊട്ടിച്ചു. ഈ ബ്രഹ്മോസ് പൊട്ടിച്ചപ്പോൾ ഉണ്ടല്ലോ വലിയ രീതിയിലുള്ള ഭൂകമ്പ സമാനമായ സംഭവങ്ങൾ. അവിടെ റിക്ടർ സ്കെയിൽ ഭൂകമ്പത്തിന് ഏകദേശം 7 റിക്ടർ സ്കെയിലിൽ അവിടെ രേഖപ്പെടുത്തി. അതായത് ബ്രഹ്മോസ് പൊട്ടിച്ചപ്പോൾ ശരിക്കും അമേരിക്ക പോലും ഞെട്ടി. അതായത് ഒരു ബ്രഹ്മോസ് പോലത്തെ ഒരു മിസൈൽ പൊട്ടിച്ചിട്ട്, ഇന്ത്യ ഉണ്ടാക്കിയൊരു മിസൈൽ പൊട്ടിച്ചപ്പോൾ റിക്ടർ സ്കെയിലിൽ 7 രേഖപ്പെടുത്തണമെങ്കിൽ അവന്മാരുടെ എന്ത് ടെക്നോളജി ഉപയോഗിച്ചതെന്നില്ലേ വലിയ രീതിയിൽ അമേരിക്ക ആശങ്കപ്പെട്ടു. അതായത് എന്താ സംഭവം, ഇവരെന്തൊക്കെയാണ്, ഇതിൻ്റെ പേലോഡ് എന്താണ്? പേലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സാധനം പ്രോഗ്രാം ചെയ്യുമ്പോൾ, ഇപ്പോൾ സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, ഹാർഡ്വെയർ ആയിക്കോട്ടെ, മിഡിൽ വെയർ എന്തായിക്കോട്ടെ, ഇതിനകത്ത് നമ്മൾ പല കാര്യങ്ങളും പ്രോഗ്രാം ചെയ്ത് നോക്കും. പേലോഡ് എന്ന് പറയും. ഈ പേലോഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഡിസ്ട്രക്ഷൻ, അതായത് എത്രത്തോളം ഇതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തീരുമാനിക്കുന്നത് ഈ പേലോഡ് വെച്ചിട്ടാണ്. ഈ പേലോഡ് ഡിസൈഡ് ചെയ്യും. അപ്പോൾ ചെറിയ പേലോഡ് വെച്ചിട്ട് വലിയ രീതിയിലുള്ള ഡിസ്ട്രക്ഷൻ ഇവിടെ ഉണ്ടാക്കിയെടുത്തു. അതെങ്ങനെ സാധിച്ചു? അമേരിക്കക്ക് പോലും അത്ഭുതപ്പെടുന്നുണ്ട്, എന്താണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നതിനകത്ത്. അപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അതൊക്കെ കൊണ്ട് തന്നെയാണ്, അതായത് അമേരിക്കക്ക് മനസ്സിലായി ഇന്ത്യ എന്തോ വലിയ ബ്രഹ്മോസ് എന്ന ചില്ലറ സാധനമല്ല, വലിയ സംഭവമാണെന്ന് ശരിക്കും അമേരിക്കക്ക് മനസ്സിലാക്കി കൊടുത്തത് ഈ കിരാന
ഹിൽസിൽ പൊട്ടിച്ചപ്പോഴാണ്. അപ്പോൾ അമേരിക്ക അന്ന് പൊട്ടിച്ചപ്പോൾ ഈ കിരാന ഹിൽസിൽ പൊട്ടിച്ചത്, ആക്ച്വലി കിരാന ഹിൽസ് ഉണ്ടല്ലോ, കിരാന ഹിൽസിലുള്ള ആണവോർജ്ജം അതിൻ്റെ യഥാർത്ഥ മുതലാളി അമേരിക്കയും സൗദി അറേബ്യ ആണെന്നുള്ളൊരു ചൊല്ലുണ്ട്. പാകിസ്ഥാനെ ചുമ്മാ ഒരു നോക്കാൻ ഏൽപ്പിച്ച ഒരു ടീമാണെന്നുള്ള രീതിയിലുള്ള ചർച്ചയാണ് ഇപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ബ്രഹ്മോസ് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ സാമ്പിൾസ് കുറേ കളക്ട് ചെയ്തിരുന്നു ഈ അമേരിക്കയ്ക്ക്. അവിടുന്ന് കിട്ടി ഒരു മിസൈൽ പൊട്ടിക്കുമ്പോൾ ഇത് പല പല കിട്ടുമല്ലോ. അപ്പോൾ അവർ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അവരുടെ റിസർച്ച് ആൻഡ് R&D ടീം വലിയ രീതിയിലുള്ള റിസർച്ച് നടത്തിയിട്ട് അതിൻ്റെ എന്തെങ്കിലും ക്രാക്ക് ചെയ്യാൻ പറ്റുമോ നോക്കി. അതായത് എന്തെങ്കിലും സാധനം, എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് അവർ വികസിപ്പിച്ചെടുത്ത് വലിയ എല്ലാം കൺക്ലൂഷനിലെത്തും. അപ്പോൾ അമേരിക്കക്ക് മനസ്സിലായി ഈ ചെറിയ പേലോഡ് ഉപയോഗിച്ചിട്ട് വലിയ രീതിയിലുള്ള സംഭവങ്ങൾ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് ഭാവിയിൽ ഈ പേലോഡ് കൂടുന്തോറും ഇതിൻ്റെ ഡിസ്ട്രക്ഷൻ പവർ വലിയ രീതിയിൽ ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഭാവിയിൽ ബ്രഹ്മോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ്റം ബോംബിന് സമാനമായ രീതിയിൽ ഈ ഇന്ത്യ വികസിപ്പിച്ചെടുക്കുന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് അവിടെ പൊട്ടിച്ച സാധനത്തിൻ്റെ ബ്രഹ്മോസിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് എന്താണ് ചെയ്ത് ഇതിനകത്ത് കുറച്ച് റിസർച്ചൊക്കെ ചെയ്ത് ഇവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് വന്നത് CA പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ഈ ബ്രഹ്മോസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ട്. ചിലപ്പം പറയാൻ പറ്റില്ല ഈ പുള്ളിക്കാരന് ഈ അമേരിക്കൻ ഈ ചാരന്മാർ പിടികൂടിയിട്ട് വല്ലതും ചോദ്യം ചെയ്തോ, എന്താണ് ചെയ്ത് നമുക്ക് ഒരു ഐഡിയ ഇല്ല. പെട്ടെന്ന് കൊല്ലപ്പെട്ടില്ലേ. ഇതിപ്പോൾ ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ വീണ ഉടനെ തന്നെ കൊല്ലപ്പെട്ടു എന്നാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ആൾക്കാരാണ് ഇത്തരത്തിൽ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ബ്രഹ്മോസുമായി ബന്ധപ്പെട്ട് ഈ ബ്രഹ്മോസിൻ്റെ ഫുൾ സോഴ്സ് കോഡും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവർ വലിയ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അമേരിക്കൻ ചാരന്മാർ ഇവിടെ വരികയും ഈ യുവ എഞ്ചിനീയറെ കൊലപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചേർന്നതും. അപ്പോൾ UP പോലീസ് ഇപ്പോൾ പിടിക്കപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ അമേരിക്കൻ സൈനികരൊക്കെ അമേരിക്കൻ സൈനികർ സൈന്യത്തിൽ ട്രെയിനിങ് ലഭിച്ച ആൾക്കാർ, CA ഡെപ്യൂട്ടേഷന് പോകുന്ന ആൾക്കാർ അവിടെ ചെന്നിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കുറേ ആൾക്കാർ ഇന്ത്യയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ള വലിയ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് UP പോലീസ് ഈ യുവ എഞ്ചിനീയർ കൊല്ലപ്പെട്ടതിന് ശേഷം വലിയ രീതിയിലെ തെരച്ചിൽ യുപിയിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തം വരെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം കുറച്ച് ആൾക്കാർ ഈ ഓപ്പറേഷനിൽ പങ്കെടുത്ത ആൾക്കാർ പിടിക്കപ്പെട്ട് UP പോലീസിനെ പിടിയിലായി എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഇത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. അതായത് ദേശീയ മാധ്യമങ്ങളൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വിദേശ പൗരന്മാരെ പിടികൂടിയിട്ടുണ്ട്, അതിൽ അമേരിക്കൻസും ഉണ്ട്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാർ ഇങ്ങനെ കോൺസ്പിറസി തിയറിയൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വരും ദിവസങ്ങളിൽ പുറത്തു വരും. ഈ പിടിക്കപ്പെട്ട വിദേശികൾ അമേരിക്കൻ പൗരന്മാർ ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ ആ പിടിക്കപ്പെട്ട അമേരിക്കൻ പൗരന്മാർക്ക് എന്തെങ്കിലും ഈ അമേരിക്കൻ സൈന്യമായിട്ടോ CA ആയിട്ടോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പെട്ടെന്ന് മനസ്സിലാവില്ല. അതായത് ഇപ്പോൾ നമുക്ക് ഈ ടെറൻസ് സാമുവൽ ജാക്സന്റെ കേസായാലും ജെയിംസ് വാട്സന്റെ കേസായാലും ഇവർ രണ്ടാളും വന്നിരിക്കുന്നത് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇന്ത്യയിൽ വന്നിരിക്കുന്നത് ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് അവിടെ ബിസിനസ് പർപ്പസിനാണെന്നൊക്കെ പറഞ്ഞിട്ട് പല പല കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജെയിംസ് വാട്സൺ ഈ മതമാറ്റൽ സുവിശേഷ പ്രസംഗത്തിനിടയിലാണ് ജനങ്ങൾ പരാതിപ്പെട്ടതിന് ശേഷം ജെയിംസ് വാട്സനെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളായിട്ടാണ് ടൂറിസ്റ്റ് വിസയിലാണ് ഇവർ പല ആൾക്കാരും വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ പിടിച്ച് UP പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഏകദേശം 16 പേര്. ഈ 16 പേരിൽ 9ഓളം പേർ അമേരിക്കൻ പൗരന്മാരാണെന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എന്തെങ്കിലും അമേരിക്കൻ സൈന്യമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, CA ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നില്ല ഇവരിപ്പോൾ വിശദമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സംഭവം അന്വേഷിക്കുന്നത് UP പോലീസാണ്, യോഗിയുടെ പോലീസാണ്. ഇവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ അതായത് ഇവരെ മാക്സിമം ട്രീറ്റ് ചെയ്തിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും ഊറ്റിയെടുക്കാൻ തക്ക പിള്ളേരാണ് ഉത്തർപ്രദേശ് പോലീസിലുള്ളത്. പിന്നെ അതുമാത്രമല്ല ഇതിനകത്ത് ഡോവലിൻ്റെ പിള്ളേരും അതായത് NIAയുടെ ആൾക്കാരും ഇതിനകത്ത് ഇടപെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇതെന്ന് വെച്ചാൽ ഒരു രാജ്യദ്രോഹം എഗെയിൻസ്റ്റ് ഒരു നാഷണലുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ എന്തായാലും രാജ്യത്തിനെതിരെ എന്ത് നടന്നു കഴിഞ്ഞാലും ഈ NIA ഇടപെടും. അപ്പോൾ NIAയുടെ പിള്ളേരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ്റെ എല്ലാ കാര്യങ്ങളും ഇവൻ്റെ പക്കലുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ ചോർത്തിയെടുക്കാൻ, രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ അവർക്ക് കഴിവുള്ള ഒരു ടീമാണ് NIAക്കുള്ളത്. അപ്പോൾ എന്ത് തന്നെയാലും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ പുറത്തു വരും. നമുക്ക് കാത്തിരിക്കാം. അതായത് ബ്രഹ്മോസ് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഒരു വലിയൊരു വരും വർഷങ്ങളിൽ ഇന്ത്യക്ക് വലിയ രീതിയിൽ മൈലേജ്, അതായത് അന്താരാഷ്ട്ര വെപ്പൺ മാർക്കറ്റിൽ അമേരിക്കയും ചൈനയും കടത്തിവെട്ടുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു കുതിച്ചുചാട്ടം നടത്താൻ വേണ്ടിയിട്ട് ഈ ബ്രഹ്മോസ് സഹായിക്കും. അതിനെ തടയിടാൻ വേണ്ടി തന്നെയാണ് ഈ ബ്രഹ്മോസിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സിനൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് അവരെ കൈയോടെ പിടിച്ച് ചോദ്യം ചെയ്തിട്ട് എന്തെങ്കിലും സോഴ്സ് കോഡോ എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഓപ്പറേഷനായിട്ട് CA ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ UP പോലീസാണ് ഇപ്പോൾ സംഭവം കയ്യിലെടുത്തിരിക്കുന്നത്. എന്ത് തന്നെയാലും അറിയാലോ, UP പോലീസിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവന്മാരെ കാര്യം കട്ടപ്പൊക്കെയായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കുക. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്ത വരും ദിവസങ്ങളിൽ പുറത്തു വരും. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.